നമസ്കാരം. ക്രിക്മേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ T20 മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ വനിതാ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ഇന്നലെ ഇന്ത്യക്ക് നല്ലൊരു ദിവസമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്. കാരണം ആദ്യമായാണ് ഇന്ത്യൻ വനിതകൾ വേൾഡ് കപ്പ് എടുക്കുന്നത്. സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ വനിതാ വേൾഡ് കപ്പ് എടുത്തത്. നമുക്ക് ഇന്ത്യയുടെ T20 മത്സരത്തിലേക്ക് വരാനാണെങ്കിൽ 5 മത്സരങ്ങളുടെ തുടർച്ചയായ ടോസ് നഷ്ടത്തിന് ശേഷം ഇന്ത്യക്ക് ഇന്നലെ ആദ്യമായി ടോസ് ജയിച്ച ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 3 മാറ്റങ്ങളോടുകൂടിയാണ് ഇന്ത്യ ഇന്നലെ ഇറങ്ങിയത്. കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെയും സഞ്ജു സാംസന് പകരം ജിതേഷ് ശർമ്മയായിരുന്നു എന്നെ വിക്കറ്റ് കീപ്പറായിട്ട് വന്നത്. അതുപോലെ തന്നെ ഹർഷിത് റാണയ്ക്ക് പകരം അർഷദീപ് സിംഗിനും. കാരണം ഈ 3 മാറ്റങ്ങളും ഇന്ത്യക്ക് അനുകൂലമായി തന്നെ വഹിക്കുന്നു. കാരണം ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദറും കൂടിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ഹർഷിത് റാണയ്ക്ക് പകരം വന്ന അർഷദീപ് സിംഗ് 3 വിക്കറ്റ് നേടുകയും ചെയ്തു. പിന്നെ കുൽദീപ് യാദവിന് വന്ന വാഷിംഗ്ടൺ സുന്ദർ നല്ലൊരു ഇന്നിങ്സ്, ബോളിങ്ങിൽ വലിയ ചലനം ഉണ്ടാക്കിയാലും ബാറ്റിങ്ങിൽ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ മത്സരത്തിലേക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് അയച്ചു. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും കൂടിയാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. തുടക്കത്തിൽ തന്നെ ട്രാവിസ് ഹെഡിനെ അർഷദീപ് സിംഗ് പുറത്താക്കുകയും പിന്നെ അതൊന്ന് ജോഷ് ഇംഗ്ലീഷിനെയും അധികം വൈകാതെ തന്നെ പുറത്താകുകയും ചെയ്തു. പിന്നെ ഒന്നും ടിം ഡേവിഡും മിച്ചൽ മാർഷും കൂടി നല്ലൊരു ചെറിയൊരു പാർട്ണർഷിപ്പ്. ടിം ഡേവിഡിൻ്റെ ഇന്നിങ്സ് കുറച്ച് അറ്റാക്കിങ് മൂഡായിരുന്നു. പുള്ളി ഏകദേശം 23 ബോളിൽ 50 അടിക്കുകയും 38 ബോളിൽ 4 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്താകുന്നത്. സ്കോർ 20 ഒരു ഡ്രോപ്പ് ക്യാച്ച് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബുംറയുടെ ബോളിൽ വാഷിംഗ്ടൺ സുന്ദർ ടിം ഡേവിഡിനെ പുറത്താക്കാനുള്ളൊരു ചാൻസ് മിസ്സാക്കി. എന്നിരുന്നാലും പുള്ളിയുടെ ബാറ്റിങ്ങിൽ അത് ആ ഒരു പ്രായശ്ചിത്തമാണ് ചെയ്തു. വാഷിംഗ്ടൺ സുന്ദർ 49 റൺസ് എടുത്ത് ഇന്ത്യയുടെ വിജയ ശില്പികളിൽ ഒരാളായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അത് ടിം ഡേവിഡിൻ്റെ ഇന്നിങ്സ് ശേഷം പിന്നെ സ്റ്റോയിനിസും നല്ലൊരു ബാറ്റിങ്ങാണ് കാഴ്ചവെച്ചാൽ ഒരു 60 റൺ എടുത്തു. അങ്ങനെ ഓസ്ട്രേലിയ 186 എന്നൊരു സ്കോർ ഇന്ത്യക്ക് 187 റൺസ് എന്ന ടാർഗറ്റ് ഇന്ത്യക്ക് മുന്നിലേക്കാണ് ഉണ്ടായത്. ഇന്ത്യക്ക് വേണ്ടി ഹർഷിത് സിംഗ് 3 വിക്കറ്റ് എടുത്തു. ചേസിങ്ങിനിറങ്ങിയ ശുഭ്മാൻ ഗില്ലും അഭിഷേകായിരുന്നു ഇന്ത്യയുടെ ഓപ്പണേഴ്സായി വന്നത്. അഭിഷേക് ശർമ്മ പതിവ് പോലെ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. പിന്നെ വന്ന സൂര്യകുമാർ യാദവ് ഇറങ്ങിയ സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവും ചെറിയൊരു ഇന്നിങ്സ് കാഴ്ചവെച്ച് അദ്ദേഹം പോയി. പിന്നെ തിലക് വർമ്മ വന്നു. തിലക് വർമ്മയും അത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിച്ചു. ശുഭ്മാൻ ഗില്ല് മാത്രമാണ് കുറച്ച് ശോകമായത്, 15 റണ്ണം കണ്ടെടുത്തോളം. അങ്ങനെ അക്സർ പട്ടേൽ വന്നു. അക്സർ പട്ടേൽ ചെറിയൊരു സ്കോറിൽ തന്നെ പുറത്തായി. പിന്നെ തിലക് വർമ്മയും വാഷിംഗ്ടൺ സുന്ദറും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുണ്ടായത്. തിലക് വർമ്മ പുറത്തായ ശേഷം സഞ്ജു സാംസണോ വരെ വന്ന ജിതേഷ് ശർമ്മയാണ് വന്നത്. ജിതേഷ് ശർമ്മ ആദ്യ ബോളിൽ തന്നെ ഒരു 4 അടിച്ചാണ് തുടങ്ങിയത്. ജിതേഷ് ശർമ്മ നമുക്കറിയാം RCBക്ക് വേണ്ടി ഒരുപാട് നല്ല ഇന്നിങ്സുകൾ കാഴ്ചവെച്ചാണ്. അങ്ങനെ ജിതേഷ് ശർമ്മയും വാഷിംഗ്ടൺ സുന്ദറും കൂടി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇന്നലെ വനിതാ വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ 53 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്താൻ ഉണ്ടായത്. 298 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക 245 റൺസിലാണ് കളി അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇന്ത്യക്ക് വേണ്ടി ഷഫാലി വർമ്മയാണ് 87 റൺസും അതുപോലെ തന്നെ 2 വിക്കറ്റ് നേടി പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. ഷഫാലി വർമ്മ അറിയാം, പ്രതീക് റാവലിന് പകരം വന്നതാണ്, സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഷഫാലി വർമ്മയാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നന്നായി കളിച്ചത്. അപ്പോൾ ആദ്യമായാണ് ഇന്ത്യ വേൾഡ് കപ്പ് ഫൈനൽ ജയിക്കുന്നത്. 2 വട്ടം ഫൈനലിലെത്തിയും കപ്പൊന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. ഇനി അടുത്ത ഇന്ത്യ ഓസ്ട്രേലിയ T20 മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. അതുവരെയും നമസ്കാരം.